ഹായ് ഓൾ, വെൽക്കം ടു ദ ഇക്കണോമിക് മൈൻഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NEP 1991 ന്യൂ ഇക്കണോമിക് പോളിസി ഓഫ് 1991 കുറിച്ചാണ്. 1991 ഇന്ത്യൻ ഗവൺമെന്റ് ഒരു പുത്തൻ സാമ്പത്തിക നയം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പൊ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. അപ്പം 1991 ന്യൂ ഇക്കണോമിക് പോളിസി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരേണ്ടത് LPG എന്ന വേർഡാണ്. L സ്റ്റാൻഡ്സ് ഫോർ ലിബറലൈസേഷൻ, P ഫോർ പ്രൈവറ്റൈസേഷൻ ആൻഡ് G ഫോർ ഗ്ലോബലൈസേഷൻ. ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇക്കണോമിക് റിഫോംസ്. 1991 ഇന്ത്യയിൽ ഒരു ഇക്കണോമിക് റിഫോം അല്ലെങ്കിൽ ന്യൂ ഇക്കണോമിക് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരുപാട് റീസൺസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ റീസൺസ് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഹൈ ഇൻഫ്ലേഷൻ. ഹൈ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വലിയ രീതിയിലുള്ള പണപ്പെരുപ്പം. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അപ്പം ആദ്യം 1 കിലോ അരി വാങ്ങാൻ 50 രൂപ കൊടുത്താൽ മതിയായിരുന്നു. എന്നാൽ ഇപ്പം അതേ 1 കിലോ അരി വാങ്ങാൻ നമ്മൾ 100 രൂപ കൊടുക്കണം. അതായത് സാധനങ്ങൾക്ക് വില വർദ്ധിക്കുകയും നമ്മുടെ കറൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇടിയുകയുമാണ്. ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹൈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ദെൻ റൈസിങ് ഫിസിക്കൽ ഡെഫിസിറ്റ്. ഗവൺമെന്റിന് ഡെഫിസിറ്റ് ആണ് ഉള്ളതെന്ന് പറയാം. അതായത് ഗവൺമെന്റിന് എക്സ്പെൻഡിച്ചർ കൂടുകയും ചിലവ് വർദ്ധിക്കുകയും വരുമാനം കുറയുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയാം. Then low foreign exchange reserves, Gulf War increased oil prices, and collapse of USSR affected India's trade. അതുപോലെ തന്നെ ഗൾഫ് വാർ ഉണ്ടായതുകൊണ്ട് തന്നെ അത് ഓയിൽസിന്റെ ഒക്കെ പ്രൈസസിന് വൻ തോതിലുള്ള വർധനവുണ്ടാക്കി. അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയൻ, അതാണ് USSR എന്ന് പറയുന്നത്. സോവിയറ്റ് യൂണിയന്റെ കൊളാപ്സും ഇന്ത്യൻ ട്രേഡിനെ നല്ല രീതിയിൽ തന്നെ ബാധിച്ചു. കാരണം ഇന്ത്യയുടെ നല്ലൊരു ട്രേഡിംഗ് പാർട്ട്ണർ ആയിരുന്നു USSR അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് തീരുമാനിക്കുകയാണ് ഒരു പുത്തൻ സാമ്പത്തിക നയം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ 1991 ഇന്ത്യൻ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് എന്ത്? ന്യൂ ഇക്കണോമിക് പോളിസി. ദി കമ്പോണൻസ് ഓഫ് ന്യൂ ഇക്കണോമിക് പോളിസി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ LPG ആണ്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ആൻഡ് ലിബറലൈസേഷൻ. ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് അൺനെസസറി ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസ് ആൻഡ് കൺട്രോൾസ് ഓൺ ബിസിനസ് ആൻഡ് ട്രേഡ്. അതായത് ട്രേഡിലും ബിസിനസ്സിലുമുള്ള ഗവൺമെന്റിന്റെ ആവശ്യമില്ലാത്ത കൺട്രോള് എടുത്ത് ഒഴിവാക്കുക. അതാണ് ലിബറലൈസേഷനിലൂടെ പറയുന്നത്. അപ്പൊ ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എൻകറേജ് ഫ്രീ മാർക്കറ്റ് ഇക്കോണമി. ഫ്രീ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഗവൺമെന്റിന്റെ അധികം ഇടപെടലുകളൊന്നും ഇല്ലാതെ തന്നെ മാർക്കറ്റിനെ ഒന്ന് ഫ്രീ ആക്കുക. ദെൻ ഇംപ്രൂവ് എഫിഷ്യൻസി ആൻഡ് കോമ്പറ്റീഷൻ. ഇപ്പൊ ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ട്രേഡിംഗ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് ആരായിരിക്കും? പ്രൈവറ്റ് സെക്ടേഴ്സ് ഉണ്ടാവും അല്ലെ? അപ്പൊ ഈ പ്രൈവറ്റ് സെക്ടേഴ്സ് അവിടെ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് പരസ്പരം തന്നെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവുകയും ഈ കോമ്പറ്റീഷൻ എഫിഷ്യൻസി വർദ്ധിക്കുന്നതിന് കാരണമാവുകയും ചെയ്യും. അപ്പൊ ലിബറലൈസേഷൻ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് എടുത്തിട്ടുള്ള മെഷേഴ്സ് ആണ് എന്തൊക്കെ? അബോളിഷ്ഡ് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ്. അതുവരെ നിലനിന്നിരുന്ന ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് അബോളിഷ് ചെയ്തു. റിഡക്ഷൻ ഇൻ ടാക്സ് റേറ്റ്സ്. ടാക്സ് റേറ്റ്സില് എന്ത് ചെയ്യാണ്? ടാക്സ് റേറ്റിന് റെഡ്യൂസ് ചെയ്യുകയാണ്. ഡീറെഗുലേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് സിംപ്ലിഫൈഡ് പ്രൊസീജിയർ ഓഫ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. നെക്സ്റ്റ് വൺ ആണ് എന്ത്? പ്രൈവറ്റൈസേഷൻ. പ്രൈവറ്റൈസേഷൻ അല്ലെങ്കിൽ സ്വകാര്യവൽക്കരണം. ഇറ്റ് ഇസ് ദി ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഓർ മാനേജ്മെന്റ് ഓഫ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ടു പ്രൈവറ്റ് സെക്ടർ. അതായത് ഗവൺമെന്റിന്റെ ഓണർഷിപ്പിൽ ഉണ്ടായിരുന്ന എന്റർപ്രൈസസ് പ്രൈവറ്റ് സെക്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൈവറ്റൈസേഷൻ അല്ലെങ്കിൽ സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താന്ന് വെച്ചാൽ ഇൻക്രീസ് എഫിഷ്യൻസി ആൻഡ് പ്രോഫിറ്റബിലിറ്റി. നമുക്കറിയാം സ്വകാര്യ മേഖലയുടെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രൈവറ്റൈസേഷന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നതും പ്രോഫിറ്റബിലിറ്റിയും അതുപോലെ തന്നെ ഇൻക്രീസിങ് എഫിഷ്യൻസിയുമാണ്. ഇറ്റ് വിൽ റെഡ്യൂസിങ് ദി ബർഡൻ ഓൺ ഗവൺമെന്റ്. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് സെക്ടർ ഇതിൽ പ്രവർത്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഗവൺമെന്റിന്റെ ഓവർ ആയിട്ടുള്ള ആ ഒരു ബർഡനെ കുറയുകയും ചെയ്യും. അപ്പം പ്രൈവറ്റൈസേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എടുത്തിട്ടുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ആൻഡ് സ്ട്രാറ്റജിക് സ്കെയിൽ. നെക്സ്റ്റ് ആണ് ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ആഗോളവൽക്കരണം. ഇന്റഗ്രേഷൻ ഓഫ് ഡൊമസ്റ്റിക് ഇക്കോണമി വിത്ത് ദി വേൾഡ് ഇക്കോണമി. നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇക്കോണമിയെ, നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ
മറ്റ് ലോക രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഗ്ലോബലൈസേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ എല്ലാ സമ്പദ് വ്യവസ്ഥയും ഒരു കുടക്കീഴിൽ ആവുക എന്നതാണ് ഗ്ലോബലൈസേഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാല് ടു അട്രാക്ട് ഫോറിൻ ക്യാപിറ്റൽ ആൻഡ് എക്സ്പാൻഡ് എക്സ്പോർട്സ് ആൻഡ് അലൗ ഫ്രീ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മുടെ എക്സ്പോർട്ടിനെ എന്ത് ചെയ്യാണ്, വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ ഫോറിൻ ക്യാപിറ്റലിനെ അട്രാക്ട് ചെയ്യും. അതുപോലെ തന്നെ ഫ്രീ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പൊ ഗ്ലോബലൈസേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എടുത്തിട്ടുള്ള മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാല് റിഡക്ഷൻ ഇൻ ഇമ്പോർട്ട് താരിഫ്, അതായത് മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇറക്കുന്ന സാധനത്തിനുമേല് താരിഫ് ഈടാക്കിയിരുന്ന ഒരു തരം ടാക്സ് ആണ്. അപ്പൊ ആ ടാക്സ് എന്ത് ചെയ്യാണ്, റെഡ്യൂസ് ചെയ്തു. എൻകറേജ്ഡ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫോറിൻ ട്രേഡ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റും അതുപോലെ തന്നെ ഫോറിൻ ട്രേഡിനെയും എൻകറേജ് ചെയ്തു. ഫുൾ കൺവേർട്ടബിലിറ്റി ഓഫ് റുപ്പി, റുപ്പി എന്ന് പറയുന്നത് ഫുള്ളി കൺവേർട്ടബിൾ ആക്കി. ആൻഡ് സൈനിങ് ആൻഡ് എഗ്രിമെന്റ് വിത്ത് WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ എഗ്രിമെന്റിൽ സൈനിങ് കൂടി ചെയ്തു. മെറിറ്റ്സ് ഓഫ് LPG. നമുക്കറിയാം, നമ്മൾ എന്തൊരു പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്താലും അതിന് ബെനിഫിറ്റ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ എന്തുണ്ടാവും, ഡിമെറിറ്റ്സും ഉണ്ടാവും. അതുപോലെ അപ്പം മെറിറ്റ്സ് ഓഫ് LPG, എന്താണ് LPGയുടെ ഗുണങ്ങൾ എന്ന് നോക്കാം. എക്സ്പാൻഷൻ ഇൻ സർവീസ് സെക്ടർ. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു അഗ്രികൾച്ചർ സെക്ടർ ആയിരുന്നു അല്ലെ. ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്തിരുന്നത് ഇന്ത്യയിലെ അഗ്രികൾച്ചറൽ സെക്ടർ ആയിരുന്നു. അപ്പൊ ഈ ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ഒക്കെ ഫലമായിട്ട് സർവീസ് സെക്ടറിന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാവുകയും ഇതിന്റെ ഫലമായിട്ട് സർവീസ് സെക്ടറിൽ എക്സ്പാൻഷൻ സംഭവിക്കുകയും ചെയ്തു. റൈസ് ഇൻ എക്സ്പോർട്ട് ആൻഡ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്. എക്സ്പോർട്ട് അതായത് കയറ്റുമതിയിലും ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിലും വൻതോതിലുള്ള വർധനവുണ്ടായി. ഗ്രേറ്റർ കൺസ്യൂമർ ചോയ്സും വർദ്ധിച്ചു. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഡീമെറിറ്റ് എന്താന്ന് നോക്കാം. ഗ്രോത്ത് ഈസ് നോട്ട് ഇൻക്ലൂസീവ്. ഗ്രോത്ത് എന്ന് അല്ലെങ്കിൽ വളർച്ച എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് ആയിരുന്നില്ല. ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാല് എല്ലാവരും ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ എന്ന ആ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇൻക്ലൂസീവിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ LPG അല്ലെങ്കിൽ ന്യൂ ഇക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ട് റൂറൽ പീപ്പിളും അർബൻ പീപ്പിളും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ആൻഡ് വീക്കനിങ് ഓഫ് പബ്ലിക് സെക്ടർ. കൂടുതലായിട്ടും പ്രൈവറ്റ് സെക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുത്തത് കൊണ്ട് തന്നെ അത് പബ്ലിക് സെക്ടർ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു വീക്കനിങ്ങിന് കാരണമാണ്. ഓവർ ഡിപ്പെൻഡൻസ് ഓൺ ഫോറിൻ ക്യാപിറ്റൽ. ഫോറിൻ ക്യാപിറ്റലിനെ അമിതമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാനും LPG കാരണമായി. ആൻഡ് ഫാമേഴ്സ് ആൻഡ് സ്മോൾ ഇൻഡസ്ട്രീസ് വർ അഫക്റ്റഡ്. അതായത് സാധാരണക്കാരായിട്ടുള്ള കൃഷിക്കാരെയും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് നടത്തുന്ന ആളുകളെയും ഈ LPG നെഗറ്റീവ്ലി ആണ് അഫക്റ്റ് ചെയ്തത്. ക്ലിയർ. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞത് 1991 ന്യൂ ഇക്കണോമിക് പോളിസി അല്ലെങ്കിൽ പുത്തൻ സാമ്പത്തിക നയം എന്താണെന്നാണ്. അപ്പൊ പുത്തൻ സാമ്പത്തിക നയം അല്ലെങ്കിൽ ന്യൂ ഇക്കണോമിക് പോളിസി ഓഫ് 1991 എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരേണ്ടത് LPG എന്ന വേർഡാണ്. L ഫോർ ലിബറലൈസേഷൻ ആൻഡ് P ഫോർ പ്രൈവറ്റൈസേഷൻ ആൻഡ് G ഫോർ ഗ്ലോബലൈസേഷൻ. ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗവൺമെന്റിന്റെ അനാവശ്യമായ കൺട്രോള് ട്രേഡിൽ നിന്നും ഇല്ലാതാക്കുക. അതുപോലെ തന്നെ പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാല് ഗവൺമെന്റ് എന്റർപ്രൈസസ് മുഴുവൻ പ്രൈവറ്റ് മേഖലയ്ക്ക് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇക്കോണമിയെ മറ്റു ഇക്കോണമികളുടെ അടുത്തേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ. ഓക്കെ, താങ്ക് യു.